ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് 13/6/2024 പ്രസിദ്ധീകരിക്കും. admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. കാരണം നമ്മൾ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് നിങ്ങൾ വീണ്ടും കമൻറ്റായിട്ട് ചോദിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ പല സംശയങ്ങളും പരിഹരിക്കപ്പെടും. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പർ എവിടെയാണ്, എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കും. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരൊക്കെ വരും. അതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ. അപ്പം നിങ്ങളുടെ കൈവശം അതിപ്പോൾ ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ. നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് രണ്ടും എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് പോലെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. HSC, VHSC, CBSE, ICSE ബോർഡിൽ വരുന്ന SC ST വിഭാഗക്കാർക്ക് 930 രൂപയും മറ്റുള്ള വിഭാഗക്കാർ, അതായത് ജനറൽ വിഭാഗക്കാർക്ക് 1850 രൂപയുമാണ് വരുന്നത്. ഇനിയും NIOS അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചവരാണെങ്കിൽ അവർക്ക് SC ST വിഭാഗക്കാർക്ക് 720 രൂപയും മറ്റുള്ള ജനറൽ SCBC വിഭാഗക്കാർക്ക് 1640 രൂപയുമായിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കൊക്കെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നോ അവരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ ഒന്നും ആയിരിക്കില്ല ലഭിച്ചിട്ടുണ്ടാവുക. എങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. കാരണം യൂണിവേഴ്സിറ്റി ഫീ അടച്ചാൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിൽക്കുകയും തുടർന്നുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ജൂൺ 17 വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാം. നിങ്ങൾ ഫീ അടച്ചതിന് ശേഷം ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് വരും. അങ്ങനെ വന്ന് ആ ഒരു റെസിപ്റ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു റെസിപ്റ്റാണ് നിങ്ങൾ എടുത്ത് വെക്കേണ്ടത്. ഈ ഒരു റെസിപ്റ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. കാരണം അഡ്മിഷൻ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്നതിൻ്റെയും അതുപോലെ നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെയും ഒക്കെ റെസിപ്റ്റ് അവിടെ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ലോവർ ഓപ്ഷൻസ് ക്യാൻസലായി പോകും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് 7ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ 8 മുതൽ താഴോട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ക്യാൻസലായി പോകും. 7ന് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. അതായത് 1 മുതൽ 6 വരെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയും ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കിട്ടിയ അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് തൊട്ട് മുകളിലോട്ട് കിടക്കുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ അതിനായിട്ട് പിന്നെ ക്യാൻസൽ ഹയർ ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. അല്ലെങ്കിൽ എന്താണ് പറ്റുക എന്ന് വെച്ചാൽ, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ ഹയർ ഓപ്ഷനിലുള്ള മറ്റൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിലായിരിക്കും അഡ്മിഷൻ എടുക്കേണ്ടി വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ ഒന്നുമല്ല നിങ്ങൾക്ക് ലഭിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് അല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതുപോലെ തന്നെ നിങ്ങൾ നിലനിർത്തുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാം. അതല്ല നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലുള്ള കോളേജ് ഒന്നും ലഭിച്ചില്ല,
എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ. അതേസമയം അടുത്ത അലോട്ട്മെൻറ്റിന് ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിലേക്ക് മാറേണ്ടതാണ്. ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ അല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം കേരള യൂണിവേഴ്സിറ്റിക്ക് തുടർന്ന് കുറേ അലോട്ട്മെൻറ്റ്സ് വരും. ഇനി സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ് വരാറുണ്ട്. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് വരാറുണ്ട്. അങ്ങനെ കുറേ അലോട്ട്മെൻറ്റ്സ് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സുകൾ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നല്ല ഹൈ ഇൻഡെക്സ് മാർക്കൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് അവർ വെച്ച കോളേജ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കോളേജ് കോഴ്സുകളൊക്കെ തന്നെയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ആ ഒരു കോളേജ് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കോളേജ് കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ തുടർന്ന്, അതായത് കുറച്ചും കൂടെ കുറവ് ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളുടെ ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ. നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളവർ, അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കിയിട്ട് ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്, ഇനി തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇനിയും എഡിറ്റ് ഓപ്ഷൻ, അതായത് പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനിയും തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്നതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങളവിടെ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപാർ ID നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അപാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുൻപായി www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അപാർ ID ജനറേറ്റ് ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ ലോഗിൻ എന്ന് കാണാം. അതിനകത്ത് ന്യൂ യൂസർ സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആ ഒരു സൈറ്റിൽ ചെല്ലുമ്പോൾ അപാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ യൂസേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപാർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി ആണ്. അതായത് ഇന്ത്യ മുഴുവനുമുള്ള സ്റ്റുഡൻസിന് യുണീക്കായിട്ട് വരുന്ന ഒരു ID ആണത്. നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ID ആണത്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ തന്നെ നോക്കുക. ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്